നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷൊർണൂരിൽ MDMA-യുമായി യുവാവ് പോലീസിന്റെ പിടിയിൽ. ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത് കറുകപ്പുത്തൂർ ചാഴിയാട്ടിരി സ്വദേശി 21 വയസ്സുള്ള അജയ് കൃഷ്ണൻ. 7.16 ഗ്രാം MDMA പിടിച്ചെടുത്തു. പ്രതി പിടിയിലായത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയ പരിസരത്ത് വെച്ച്. അവയവ തട്ടിപ്പ് കേസിൽ ഇരയായ പാലക്കാട് സ്വദേശി ഷമീർ ബാങ്കോക്കിലെന്ന് സൂചന. സാമ്പത്തിക തർക്കത്തിന്റെ പേരിൽ വീട്ടിൽ നിന്നും വഴക്കിട്ടിറങ്ങിയ ഷമീർ അവയവ തട്ടിപ്പ് റാക്കറ്റിൽ അകപ്പെട്ടത് എങ്ങനെയെന്നത് സംബന്ധിച്ച് അവ്യക്തത. ബാങ്കോക്കിലുള്ള ഷമീർ നവമാധ്യമങ്ങൾ വഴി സുഹൃത്തുക്കളെ ബന്ധപ്പെടാറുണ്ടെന്ന് കൌൺസിലർ. കേസ് അന്വേഷിക്കുന്നത് എറണാകുളം റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം. കുന്നംകുളം കാണിപ്പയ്യൂരിൽ കുടുംബത്തെ വീട് കയറി ആക്രമിച്ചു. വയോധിക ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. ആക്രമണം നടത്തിയത് കടം വാങ്ങിയ പണം തിരിച്ചു ചോദിച്ചതിന്റെ വൈരാഗ്യത്തിൽ സമീപവാസികളായ യുവാക്കളും സുഹൃത്തുക്കളും ചേർന്നെന്ന് പരാതി. എരുമപ്പെട്ടിയിൽ ബാങ്ക് ജപ്തി ചെയ്ത ഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ച കേസിൽ പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. വാഹനരേഖകൾ യഥാസമയം ലഭ്യമാക്കണമെന്ന് കേരള യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ. ആവശ്യമുന്നയിച്ച് പാലക്കാട് RT ഓഫീസിലേക്ക് അസോസിയേഷൻ മാർച്ച്. മെഡിക്കെയർ മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരുടെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടരുന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് സമരസമിതി ചെയർമാൻ വിളയോടി വേണുഗോപാൽ. മണ്ണാർക്കാട്ട് നഗരമധ്യത്തിൽ കഞ്ചാവ് ചെടി. 50 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത് കോടതിപ്പടിയിൽ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടിച്ചട്ടിയിൽ. സംഭവത്തിൽ എക്സൈസ് അന്വേഷണം തുടങ്ങി. മലമ്പുഴയിൽ KSRTC ബസ് ബൈക്കിലിടിച്ച് IIT ജീവനക്കാരൻ മരിച്ചു. മരിച്ചത് മലമ്പുഴ സ്വദേശി കുര്യാക്കോസ്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ വീണ്ടും വാഹനാപകടം. കല്ലടി ഹൈസ്കൂളിന് സമീപം നിയന്ത്രണം വിട്ട കാർ മറ്റു വാഹനങ്ങളിൽ ഇടിച്ച് 3 പേർക്ക് പരിക്ക്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ കുട്ടികളുടെ IC വാർഡ് ഇനിയും പ്രവർത്തനം ആരംഭിച്ചില്ല. വാർഡിന്റെ ഉദ്ഘാടനം നടന്നത് 1 വർഷം മുമ്പ്. ജീവനക്കാരുടെ കുറവ് പ്രതിസന്ധിയെന്ന് അധികൃതർ. 1.5 കോടി രൂപ ചെലവിൽ സജ്ജീകരിച്ച ICU പ്രവർത്തന സജ്ജമാക്കാത്തത് തികഞ്ഞ അനാസ്ഥയെന്ന് പരക്കെ ആക്ഷേപം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണ പരിപാടികൾ. കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനങ്ങളും. മെയ് 21 ഭീകരതാ വിരുദ്ധ ദിനം. വാർത്തകൾ വിശദമായി. ഷൊർണൂരിൽ 7.16 ഗ്രാം MDMA-യുമായി യുവാവ് പോലീസിന്റെ പിടിയിൽ. കറുകപ്പുത്തൂർ ചാഴിയാട്ടിരി കിഴക്കേതിൽ ഗംഗാധരന്റെ മകൻ 21 വയസ്സുള്ള അജയ് കൃഷ്ണനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയ പരിസരത്ത് വെച്ചാണ് MDMA-യുമായി പ്രതിയെ പിടികൂടിയത്. 7.16 ഗ്രാം MDMA ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. കറുകപ്പുത്തൂർ ചാഴിയാട്ടിരി കിഴക്കേതിൽ വീട്ടിൽ ഗംഗാധരന്റെ മകൻ 21 വയസ്സുള്ള അജയ് കൃഷ്ണനാണ് ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് ഷൊർണൂർ DYSP ഹരിദാസിന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ JR രഞ്ജിത് കുമാർ, സബ് ഇൻസ്പെക്ടർ KB ശിവൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ സഹകരണത്തോടെ പരിശോധന നടത്തിയത്. പരിശോധനയ്ക്കിടെയാണ് പ്രതി പിടിയിലായത്. ലഹരിവസ്തു വിൽപ്പനയ്ക്കായി പ്രതി കൈവശം വെച്ചതാണെന്ന് പോലീസ് പറഞ്ഞു. ലഹരി വസ്തുവിന്റെ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി ഷൊർണൂർ പോലീസ് അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അവയവ തട്ടിപ്പ് കേസിൽ ഇരയായ പാലക്കാട് സ്വദേശി ഷമീർ ബാങ്കോക്കിലെന്ന് സൂചന. അതേസമയം ഷമീറിനെ 1 മാസം മുമ്പ് പാലക്കാട് നഗരത്തിൽ കണ്ടതായി അഭ്യൂഹമുണ്ട്. ബാങ്കോക്കിലുള്ള ഷമീർ നവമാധ്യമങ്ങൾ വഴിയാണ് സുഹൃത്തുക്കളെ ബന്ധപ്പെടാറുള്ളതെന്ന് പാലക്കാട് നഗരസഭാ കൌൺസിലർ മൻസൂർ മണലാഞ്ചേരി പറഞ്ഞു. ഷമീറിനെ കുറിച്ച് ഒരു അറിവുമില്ലെന്ന് നേരത്തെ മാതാപിതാക്കൾ പ്രതികരിച്ചിരുന്നു. എറണാകുളം റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വീട്ടിലെത്തിയതോടെയാണ് അവയവ തട്ടിപ്പിന്റെ ചുരുളഴിഞ്ഞത്. എറണാകുളം കേന്ദ്രീകരിച്ചാണ് അവയവ തട്ടിപ്പ് നടന്നത്. സാമ്പത്തിക തർക്കത്തിന്റെ പേരിൽ വീട്ടിൽ നിന്ന് വഴക്കിട്ടിറങ്ങിയ ഷമീർ എങ്ങനെ അവയവ തട്ടിപ്പ് റാക്കറ്റിൽ അകപ്പെട്ടു എന്ന് വീട്ടുകാർക്കും നാട്ടുകാർക്കും വ്യക്തമല്ല. ബാങ്കോക്കിലാണെന്ന് പറയപ്പെടുന്ന ഷമീറിനെ 1 മാസം മുമ്പ് പാലക്കാട് നഗരത്തിൽ കണ്ടതായി അഭ്യൂഹമുണ്ട്. ബാങ്കോക്കിലുള്ള ഷമീർ നവമാധ്യമങ്ങൾ വഴിയാണ് സുഹൃത്തുക്കളെ ബന്ധപ്പെടാറുള്ളതെന്ന് കൌൺസിലർ മൻസൂർ മണലാഞ്ചേരി പറഞ്ഞു. 1 മാസം മുമ്പ് ബാങ്കോക്കിലുണ്ടെന്ന് സുഹൃത്തുക്കളെ ഷമീർ അറിയിച്ചിരുന്നു. അവയവദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ന്യൂസിൽ വന്ന വാർത്ത കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ നല്ല രാത്രി ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബന്ധപ്പെട്ടപ്പോൾ ലാസ്റ്റ് സുഹൃത്തുക്കളെ കൊണ്ട് പറഞ്ഞത് 1 മാസം മുമ്പ് ഇദ്ദേഹം ഫേസ്ബുക്ക് വഴി ഫോൺ വിളിച്ചിട്ട് ഞാൻ ബാങ്കോക്കിലുണ്ടെന്നും ഞാൻ അവിടെ വന്ന് വേറൊരു കാര്യം പൊട്ടിരിക്കുകയാണെന്നും
അത് പിന്നീട് ബാക്കിയുള്ള വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ബാങ്കോങ്ങിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം സുഹൃത്തുക്കളെ വിളിച്ച് 1 മാസം മുമ്പ് പറഞ്ഞിരിക്കുന്നത്. വീട്ടിൽ നിന്ന് വഴക്കിട്ടിറങ്ങിയ സമയത്ത് തന്നെ പാസ്പോർട്ട്, ആധാർ തുടങ്ങിയ രേഖകൾ ഷമീർ കൊണ്ടുപോയതായി പിതാവ് പറഞ്ഞു. അവയവദാനം നടത്തുന്നത് സംബന്ധിച്ച് തങ്ങൾക്ക് അറിവില്ലെന്നും നാട്ടിൽ അവയവദാനം നടത്താൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞിരുന്നെന്നും പിതാവ് പറഞ്ഞു. പോകുന്നത് അതിന് കുറച്ച് പൈസയൊക്കെ അവൻ്റെ കയ്യിൽ വീട് കെട്ടാനുള്ളത് ഉണ്ടായിരുന്നു. അവനെ ഏൽപ്പിച്ച് അതൊക്കെ അതിൽ ആ പൈസേൻ്റെയൊക്കെ എന്തോ ചെയ്തെന്നറിയില്ല. ചോദിച്ച് എന്താ ചെയ്തു ചോദിച്ചപ്പോൾ അത് ഞാൻ ചിലവാക്കിയെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ എന്നെക്കൊണ്ട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ ഞാൻ വഴക്കിട്ടിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയതാണ്. ഞാൻ ജോലിയിലായിരുന്നു അന്ന്, വീട്ടിലില്ല, സെക്യൂരിറ്റി പണിയില്ലായിരുന്നു. അവിടെ നിന്നാണ് വന്നപ്പോൾ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നപ്പോൾ ബാഗൊക്കെ തൂക്കിയിട്ട് പോയി. അങ്ങനെയാണ് ചോദിച്ചത്, ഒന്നും മുണ്ടിയില്ല എന്ന് പറഞ്ഞു. ബാഗ് എടുത്തിട്ട് ആൾ സ്ഥലം വിട്ടു. അന്ന് കണ്ടാണ് അവസാനം? അന്ന് കണ്ടു. പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. എറണാകുളം റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ കുടുംബത്തെ വീടുകയറി ആക്രമിച്ചു. വയോധിക ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. കാണിപ്പയ്യൂർ തുണ്ടത്തിൽ വീട്ടിൽ 76 വയസ്സുള്ള ശാന്ത, മക്കളായ 45 വയസ്സുള്ള സിബി, 40 വയസ്സുള്ള അബി എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ രാത്രിയാണ് കുടുംബത്തിന് നേരെ ആക്രമണമുണ്ടായത്. സമീപവാസിയായ സഹോദരങ്ങളായ യുവാക്കൾക്ക് വീട്ടുകാർ പണം കടം നൽകിയിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം തിരികെ നൽകാത്തതിനെ തുടർന്ന് അടുത്തിടെ പണം തിരിച്ചു ചോദിച്ചു. ഇതേ തുടർന്ന് വീട്ടുകാരും അയൽവാസികളായ യുവാക്കളും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. ഇതിനിടയിലാണ് രാത്രി അയൽവാസിയായ യുവാക്കളും ഇവരുടെ സുഹൃത്തുക്കളും ഉൾപ്പെടെ 7ഓളം വരുന്ന സംഘം കുടുംബത്തെ വീട് കയറി ആക്രമിച്ചത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വയോധികയെയും മക്കളെയും ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണാർക്കാട് നഗരമധ്യത്തിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. കോടതിപ്പടിയിൽ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടിച്ചട്ടിയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. 50 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയതെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെയാണ് മണ്ണാർക്കാട് കോടതിപ്പടിയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിന് എതിർവശത്തു നിന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടിച്ചട്ടിയിൽ നിന്നാണ് 50 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെടുത്തത്. നാട്ടുകാർ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ചെടി കഞ്ചാവ് തന്നെയാണെന്ന് ഉറപ്പിച്ചു. കഞ്ചാവ് ചെടി നട്ടതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഫുട്പാത്തിലുള്ള കൈവരിയിൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയും നമ്മളുടെ വ്യാപാര വ്യവസായിയുടെ കൂട്ടായ്മയും ചേർന്ന് നടത്തി വരുന്ന ചെടിച്ചട്ടികളിൽ നിന്ന് ഒരു ചെടിയിൽ കുറേ ചെടികൾക്കിടയിൽ ഒരു ചെടി കാണപ്പെട്ടത് അത് ആയുധമായി പരിശോധിച്ചതിൽ കഞ്ചാവാണെന്ന് ബോധ്യമായിട്ടുള്ളതാണ്. പക്ഷേ പ്രതി ഇതുവരായിട്ട് ഒരു അറിവില്ലാത്തതാണ്. ഞങ്ങൾ കൂടുതൽ പ്രതിയെക്കുറിച്ച് അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അറിവൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ നിലവിലിപ്പം പ്രതി ഇല്ലാതെ ഉള്ള ഒരു ഇതാണ് വന്നിരിക്കുന്നത്. ഒരു കഞ്ചാവ് ചെടിയാണ്. ആയതിൻ്റെ ഉയരം ഏകദേശം 50 സെൻറ്റിമീറ്റർ അടുപ്പിച്ച് വരും. നേരത്തെ കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെട്ടവരെ ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കൂടി കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എരുമപ്പെട്ടിയിൽ ബാങ്ക് ജപ്തി ചെയ്ത ഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. ബാങ്ക് സെക്രട്ടറിയും സെയിൽസ് ഓഫീസറും നൽകിയ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയാണ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോൺഗ്രസ് കടവലൂർ ബ്ലോക്ക് സെക്രട്ടറിയും മുൻ വേലൂർ പഞ്ചായത്ത് മെമ്പറുമായ PP രാമചന്ദ്രൻ, വേലൂർ സ്വദേശി ഉണ്ണികൃഷ്ണൻ എന്നിവരെയാണ് എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവരെയും പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. രാമചന്ദ്രൻ തന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങൾ വേലൂർ സഹകരണ ബാങ്കിൽ പണയപ്പെടുത്തി 1.25 കോടി രൂപ വായ്പ എടുത്തിരുന്നു. 8 വർഷത്തോളമായി തിരിച്ചടവ് മുടങ്ങി 2.5 കോടിയോളം പലിശയടക്കം കുടിശ്ശികയുണ്ട്. പണയപ്പെടുത്തിയ ഭൂമികൾ ജപ്തി ചെയ്ത് ബാങ്ക് മുതൽ കൂട്ടിയിട്ടുണ്ട്. ഇതിൽ ജപ്തി ചെയ്ത 40 സെന്റോളം വരുന്ന സ്ഥലത്തു നിന്നാണ് നിയമവിരുദ്ധമായി രാമചന്ദ്രനും സഹായിയായ ഉണ്ണികൃഷ്ണനും ചേർന്ന് തേക്കുമരം മുറിച്ചത്. എരുമപ്പെട്ടി SI U മഹേഷാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KSRTC ബസ് ബൈക്കിലിടിച്ച് IIT ജീവനക്കാരൻ മരിച്ചു. മലമ്പുഴ ആനക്കല്ല് കാര്യമറ്റം കുര്യന്റെ മകൻ കുര്യാക്കോസ് എന്ന ഷാജിയാണ് മരിച്ചത്.
54 വയസ്സായിരുന്നു. രാവിലെ 7:40 മലമ്പുഴ അകമലവാരം അയ്യപ്പൻ പൊറ്റയിലായിരുന്നു അപകടം. രാവിലെ ജോലിക്കായി പുറപ്പെട്ട കുര്യാക്കോസ് സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ പാലക്കാട് വലിയകാട് റൂട്ടിലോടുന്ന KSRTC ഇടിക്കുകയായിരുന്നു. കുര്യാക്കോസ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗമാണ് കുര്യാക്കോസ്. മുൻ KSU നേതാവായിരുന്ന അദ്ദേഹം DCC മെമ്പറുമായിരുന്നു. ഭാര്യ എൽസമ്മ, മകൻ അല്ലൻ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ വീണ്ടും വാഹനാപകടം. കുമരംപുത്തൂർ കല്ലടി ഹൈസ്കൂളിനു സമീപം നിയന്ത്രണം വിട്ട കാർ മറ്റ് വാഹനങ്ങളിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. റോഡിന്റെ ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് തിരിയുകയായിരുന്ന കാറിലേക്ക് നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഇതോടെ കാറിന്റെയും നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിരുന്ന മറ്റ് കാറുകളിൽ ഇടിച്ചു. 3 കാറുകളിലും ബൈക്കുകളിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്കാണ് പരിക്കേറ്റത്. താഴേക്കോട് സ്വദേശി ചെമ്മല വീട്ടിൽ ഹംസ, മണ്ണാർക്കാട് പുല്ലശ്ശേരി സ്വദേശി അബ്ദുൾ റഹ്മാൻ, കൊണ്ടോട്ടി സ്വദേശി 14 വയസ്സുള്ള റിസ്വിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച നേപ്പാൾ സ്വദേശികളായ സഹോദരങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ ഷൊർണൂർ ശാന്തിതീരത്ത് നടന്നു. പോസ്റ്റ്മോർട്ടം നടപടികളുമായി ബന്ധപ്പെട്ട് നിന്ന അനിശ്ചിതത്വം പരിഹരിക്കപ്പെട്ടത് മന്ത്രി K രാധാകൃഷ്ണന്റെ ഇടപെടലിനെ തുടർന്ന്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ നിന്നും ജോലിക്കായി വന്ന അതിഥി തൊഴിലാളികളുടെ മക്കളായ 16-കാരൻ വിക്രമും സഹോദരി 14-കാരി ശിശിരയും ദേശമംഗലം ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. നാട്ടിലുള്ള പിതാവ് എത്തിയിട്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയാൽ മതിയെന്ന് മാതാവ് അറിയിച്ചതിനെ തുടർന്ന് മൃതദേഹങ്ങൾ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. തിങ്കളാഴ്ചയും പിതാവ് എത്തിയില്ല. കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി തിങ്കളാഴ്ച ആശുപത്രിയിലെത്തിയ മന്ത്രി K രാധാകൃഷ്ണൻ മാതാവ് സുധയുമായി സംസാരിച്ചതിനെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അവർ സമ്മതിച്ചത്. ബാംഗ്ലൂരിലുള്ള സുധയുടെ സഹോദരങ്ങളും ബന്ധുക്കളും ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. സുധയ്ക്കും മക്കൾക്കും നാട്ടിലേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുക്കാമെന്ന് മന്ത്രി അറിയിച്ചെങ്കിലും നാട്ടിൽ പോയി ജീവിക്കാൻ മാർഗമില്ലെന്നും ഇവിടെ തന്നെ നിൽക്കാനാണ് താൽപ്പര്യമെന്നും മാതാവ് സുധ അറിയിക്കുകയായിരുന്നു. മന്ത്രി K രാധാകൃഷ്ണനൊപ്പം മുൻ MLA UR പ്രദീപ്, CPM വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി K മുരളീധരൻ, CPM നേതാക്കളായ KS ദിലീപ്, V ദേവാനന്ദ് എന്നിവരുമുണ്ടായിരുന്നു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയരാജന്റെ നേതൃത്വത്തിലാണ് തിങ്കളാഴ്ച വൈകുന്നേരം ഷൊർണൂർ ശാന്തിതീരത്ത് ശവസംസ്കാര ചടങ്ങുകൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഉദ്ഘാടനം കഴിഞ്ഞ 1 വർഷമായിട്ടും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ കുട്ടികളുടെ IC വാർഡ് അടഞ്ഞു തന്നെ. ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതാണ് ICU പ്രവർത്തനത്തിന് തടസ്സം. 1.5 കോടിയോളം രൂപ ചെലവഴിച്ച് സജ്ജമാക്കിയ പദ്ധതിയാണ് അധികൃതരുടെ അനാസ്ഥയിൽ ICU പ്രവർത്തനം നീണ്ടുപോകുന്നത്. 1.5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ കുട്ടികളുടെ തീവ്ര പരിചരണ വിഭാഗം ആരംഭിച്ചത്. കഴിഞ്ഞ മെയ് 16-നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് കുട്ടികളുടെ ICU ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഉദ്ഘാടന ദിവസം തുറന്ന ICU പിന്നീട് തുറന്നു പ്രവർത്തിച്ചിട്ടില്ല. ആവശ്യത്തിന് ശിശുരോഗ വിദഗ്ധന്മാരെ നിയമിക്കാൻ കഴിയാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായി പറയുന്നത്. 4 പീഡിയാട്രിക് ഡോക്ടർമാരെ നിയമിച്ചാൽ മാത്രമേ ICU പ്രവർത്തിപ്പിക്കാൻ കഴിയൂ. കുട്ടികളുടെ ICU നോക്കുകുത്തിയായതോടെ ജനിച്ച ഉടൻ കുഞ്ഞുങ്ങൾക്ക് ശ്വാസതടസ്സം പോലെയുള്ള പ്രശ്നങ്ങളുണ്ടായാൽ ഉടൻ സമീപ ആശുപത്രികളിലേക്ക് മാറ്റേണ്ട അവസ്ഥയാണ്. മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാൻ കഴിയുന്നില്ല. 1,47,24,000 രൂപ ചെലവാക്കിയാണ് കുട്ടികളുടെ ICU സജ്ജമാക്കിയത്. ചെലവിട്ട് നിർമ്മിച്ച പദ്ധതി കൂടുതൽ നശിക്കുന്നതിന് മുൻപ് പ്രവർത്തിക്കണമെന്നാണ് ആവശ്യമുയർന്നത്. പട്ടാമ്പിയിലെ താലൂക്ക് ആശുപത്രിയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ആ ആശുപത്രിയിൽ നടക്കേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുകയും ഇതുപോലെയുള്ള പ്രഹസനങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയരുകയും അതുപോലെ തന്നെ വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടിയുള്ള പരാതികൾ കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുകയാണ്. എത്രയും അടിയന്തരമായി ആ വിഭാഗം തുറന്ന് പ്രവർത്തിക്കണമെന്നും അതുപോലെ തന്നെ പട്ടാമ്പി ഗവൺമെൻറ് ആശുപത്രിയോട് കാണിക്കുന്ന നഗരസഭയും MLAയും കാണിക്കുന്ന ചിറ്റമ്മ നയം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആരോഗ്യ പരിപാലനം ലക്ഷ്യമിട്ട് പണിത ICUവിൽ വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള അത്യാധുനിക ഉപകരണങ്ങൾ വരെയുണ്ട്. പദ്ധതി പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞാൽ
സാധാരണക്കാരായവർക്കും പാവപ്പെട്ടവർക്കും വലിയ സഹായകമാകും. അതേസമയം താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയിട്ട് 14 വർഷമായിട്ടും പട്ടാമ്പി ആശുപത്രിയിൽ ഇന്നും അതിൻ്റേതായ സൗകര്യം ഒരുക്കിയിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ദേശമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് രാജീവ് ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. സ്മൃതി സംഗമം മുൻ മണ്ഡലം പ്രസിഡന്റ് കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. ദേശമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരമായ രാജീവ് ഭവനിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തേടത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷഹീർ ദേശമംഗലം, ഗ്രാമപഞ്ചായത്ത് UDF പാർലമെന്ററി പാർട്ടി ലീഡർ PS ലക്ഷ്മണൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് M മഞ്ജുള, ജില്ലാ കമ്മിറ്റി അംഗം രാജലക്ഷ്മി നീണ്ടൂർ, OBC കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം KR സനാതനൻ, മുസ്ലിം ലീഗ് നേതാവ് KM മുഹമ്മദ് കുട്ടി, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈദലവി പാറയ്ക്കൽ, ഗോപൻ മുല്ലയ്ക്കൽ, മോഹനൻ ആറങ്ങോട്ടുകര എന്നിവർ അനുസ്മരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു മഠത്തിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബീന ഗോപൻ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാം ചരമവാർഷിക ദിനം ആചരിച്ചു. പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങും പുഷ്പാർച്ചനയും KR നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു. രാജ്യം എമ്പാടും ഇന്ത്യയുടെ യുഗപ്രഭാവനായ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ധീര രക്തസാക്ഷിത്വ ദിനം ആചരിക്കുക. 91 മെയ് 21 അദ്ദേഹം തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് ബെൽറ്റ് ബോംബ് ആക്രമണത്തിൽ കോൺഗ്രസ് ഉദ്യോഗത്തിന് എത്തിച്ചേരുമ്പോൾ, തെരഞ്ഞെടുപ്പ് രംഗത്ത് എത്തിച്ചേരുമ്പോഴാണ് അദ്ദേഹത്തെ LTT തീവ്രവാദികൾ രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ഉള്ള ആ വധം നടത്തുന്നത്. അനുസ്മരണ ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ കീഴായൂർ അധ്യക്ഷനായി. നേതാക്കളായ ET ഉമ്മർ, ജിതേഷ് മോഴിക്കുന്നം, അനിത, വാഹിദ് കൽപ്പക, K സൈദലവി, മാളുക്കുട്ടി, TP മുനീർ, നൂർ താഹ, P റഫീഖ്, ആമിനക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാമത് രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാംദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാം രക്തസാക്ഷിത്വ ദിനമാണ് ഇന്ന് നമ്മൾ ആചരിക്കുന്നത്. രാജീവ് ഗാന്ധിയെ കുറിച്ച് അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിക്കേണ്ടത് 21ാം നൂറ്റാണ്ടിലേക്ക് പുതിയൊരു ഇന്ത്യ എന്ന സ്വപ്നം കണ്ടുകൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നയിച്ചുകൊണ്ടിരുന്ന വേളയിലാണ് കോടാനകോടി ജനങ്ങളുടെ ആശയും പ്രതീക്ഷയും ആവേശവും അഭിലാഷവും ഒക്കെ ആയിരുന്ന രാജീവ് ജി പിന്നെ ഒരു തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതും നമ്മളെയൊക്കെ നമ്മുടെ നാടിനെ തന്നെ നിരാശരാഴ്ത്തിക്കൊണ്ട് വിട്ടുപിരിഞ്ഞു പോകുന്നത്. പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാഫി കാരക്കാട് അധ്യക്ഷനായി. അനുസ്മരണ പ്രഭാഷണം UDF നിയോജക മണ്ഡലം കൺവീനർ ജിതേഷ് മോഴിക്കുന്നം നടത്തി. AK അക്ബർ, വാഹിദ് കൽപ്പക, ജമാൽ മാപ്പാട്ടുകര, മുനീർ, ഷഹീർ, ഹഫിൽ ജംഷാദ്, ആഷിഖ്, റഷീദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. RC ബുക്കിനും ലൈസൻസിനും വേണ്ടി തെരുവിലിറങ്ങേണ്ടി വന്നത് ചരിത്രത്തിൽ ആദ്യമായെന്ന് കേരള യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് M ശിവകുമാർ. വാഹനരേഖകൾ യഥാസമയം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് RT ഓഫീസിലേക്ക് അസോസിയേഷൻ നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു M ശിവകുമാർ. കേരളത്തിലെ ഗതാഗത പരിഷ്കാരങ്ങൾ സെക്കൻഡ് ഹാൻഡ് കച്ചവടത്തെയും ജോലി സാധ്യതകളെയും ഇല്ലാതാക്കുന്നതാണെന്നും ശിവകുമാർ ആരോപിച്ചു. രേഖകൾ കൊടുക്കാതിരിക്കുകയും രേഖയില്ലാത്തതിന്റെ പേരിൽ കേസെടുത്ത് ഫൈൻ ഈടാക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നത്. അമിത ഫീസ് ഈടാക്കിയിട്ടും രേഖകൾ നൽകാൻ കഴിയാത്തത് സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ലൈസൻസിന് ഇഷ്യൂ ചെയ്തിട്ട് ലൈസൻസ് കിട്ടാത്ത അവസ്ഥയിലും ജനങ്ങൾ മുന്നിട്ട് വിഷമിക്കുന്ന രീതിയെ സർക്കാരിന് മുമ്പിൽ കണ്ടുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂചന പ്രതിഷേധ ധർണയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. അസോസിയേഷൻ പ്രസിഡന്റ് K ശിവദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം N മണികണ്ഠൻ, ജനറൽ സെക്രട്ടറി K ശ്രീജിത്ത്, AT ഗുരുവായൂരപ്പൻ, മൊയ്തീൻ കോയ, സലീം മറ്റത്തൂർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കേണ്ടവരാണ് വിദ്യാർത്ഥികളെന്ന് അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA.
പത്തിരിപ്പാല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വിജയോത്സവം 2024 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുക. രണ്ടാമതൊരു കാര്യം, കേരളത്തിൽ ഇന്ന് വിദ്യാഭ്യാസ മേഖല അതിൻ്റെ വളർച്ചയുടെ പടവുകൾ കയറി മുന്നോട്ട് പോകുകയാണ്. ഇവിടെ നിങ്ങളുടെ രക്ഷിതാക്കളൊക്കെ ഉണ്ട്. ഞാനും നിങ്ങളുടെ രക്ഷിതാക്കളും ഒക്കെ പഠിച്ചിരുന്ന കാലഘട്ടം പോലെയല്ല. അന്ന് സ്കൂൾ എന്ന് പറഞ്ഞാൽ അധ്യാപകർ വരും, കുട്ടികളും വരും, കുട്ടികൾ വരണമെന്നൊരു നിർബന്ധവുമില്ല. സാധാരണക്കാർക്ക് പഠിക്കാൻ അവസരവും ഉണ്ടായിരുന്നില്ല. അതാണ് ഇന്നത്തെ സാഹചര്യം. പഠനത്തിന് വേണ്ടി സ്കൂളിലേക്ക് അയക്കുക എന്ന് പറയുന്നത് അതിനും സാമൂഹ്യമായി ചില ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു, സാമൂഹ്യമായ വിവേചനം ഉണ്ടായിരുന്നു. സമൂഹത്തിൽ ഉയർന്ന ജാതിയിൽ ജനിച്ച ആളുകളാണ് വിദ്യാഭ്യാസ രംഗത്ത്, അവർക്ക് അതിന് കഴിവുള്ളൂ, അതിന് അർഹതയുള്ളൂ എന്ന് പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു. നമ്മുടെയൊക്കെ പഴയ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. പരിപാടിയിൽ മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത അധ്യക്ഷയായി. SSLC പരീക്ഷയിൽ പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി 100% വിജയത്തിലെത്തിച്ച PTA കമ്മിറ്റിക്കും അധ്യാപകർക്കുമുള്ള മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉപഹാരം MLAയും പഞ്ചായത്ത് പ്രസിഡന്റും ചേർന്ന് സ്കൂളിന് കൈമാറി. +2 പരീക്ഷയിൽ 1200-ൽ 1199 മാർക്ക് നേടിയ PK അക്ഷരയെയും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെയും USSS NMS സ്കോളർഷിപ്പ് നേടിയ കുട്ടികളെയും MLA ഉപഹാരം നൽകി ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രശാന്ത്, PS മുത്തലി, പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ, വാർഡംഗം AA ഷിഹാബ്, PTA പ്രസിഡന്റ് M ഉണ്ണികൃഷ്ണൻ, പ്രിൻസിപ്പൽ AP പ്രമോദ്, AEO ബിന്ദു, പ്രധാനാധ്യാപിക അനിത തുടങ്ങിയവർ സംസാരിച്ചു. PTA ഭാരവാഹികളും MPTA ഭാരവാഹികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ദുബായിൽ നടന്ന ഏഷ്യൻ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട വെള്ളി മെഡൽ നേടിയ മാത്തൂർ CFD സ്കൂളിലെ P അഭിരാമിനെയും പരിശീലകൻ K സുരേന്ദ്രനെയും ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അനുമോദന യോഗം അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന അനുമോദന ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് C ഹരിദാസ് അധ്യക്ഷനായി. TK ഹെൻറി, ഡോക്ടർ PC ഏലിയാമ്മ തുടങ്ങിയവർ സംസാരിച്ചു. P അഭിരാം, K സുരേന്ദ്രൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗം M രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി PB പ്രീതി നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന മെഡിക്കെയേഴ്സ് മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ അനിശ്ചിതകാല സമരം അവസാനിപ്പിക്കില്ലെന്ന് സമരസമിതി ചെയർമാൻ വിളയോടി വേണുഗോപാൽ. മെഡിക്കെയേഴ്സ് സൂപ്രണ്ടും അസിസ്റ്റന്റ് സൂപ്രണ്ടും രാജിവെച്ചത് സമരവിജയം. സമരം അവസാനിപ്പിക്കാതിരിക്കാൻ കാരണം ജില്ലാ കളക്ടറുടെ മലക്കം മറിച്ചിലെന്നും വിളയോടി വേണുഗോപാൽ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പിന്നോക്ക വിഭാഗക്കാരുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് കരുണാകരൻ സർക്കാരാണ് മെഡിക്കെയേഴ്സ് ആരംഭിച്ചത്. 10 കോടിയിലേറെ ആസ്തിയുള്ള മെഡിക്കെയേഴ്സിൽ വൻ അഴിമതിയാണ് നടക്കുന്നത്. ഇത് അന്വേഷിക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യമെന്ന് വിളയോടി വേണുഗോപാൽ പറഞ്ഞു. ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം 60 ആക്കുക, മിനിമം വേതനം നടപ്പിലാക്കുക, സ്ഥലം മാറ്റ മാനദണ്ഡം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധന്വന്തരി സേവാസംഘം അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. ആവശ്യങ്ങൾ ന്യായമാണെന്നും പരിഹരിക്കാമെന്ന് ഉറപ്പും നൽകിയ കലക്ടർ പിന്നീട് മലക്കം മറിഞ്ഞു. ഇതേ തുടർന്നാണ് അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. പെരുമാറ്റച്ചട്ടം പറഞ്ഞ് കലക്ടർ ഒഴിഞ്ഞുമാറുന്നത് അംഗീകരിക്കില്ല. മെഡിക്കെയേഴ്സ് അടച്ചിട്ട് സമരം നടത്താൻ ജീവനക്കാർ തയ്യാറാകുമെന്നും വിളയോടി വേണുഗോപാൽ പറഞ്ഞു. ഞങ്ങൾ ആദ്യമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ജില്ലാ കലക്ടർ തന്നെ അന്നൊന്നും ജില്ലാ കലക്ടറുടെ ഭാഗത്ത് നിന്ന്, അതായത് 21-3 തീയതികളിൽ മെഡിക്കെയറിന് മുമ്പിൽ സമരം നടത്തുകയും 2/4/24 കലക്ടറുടെ ക്യാമ്പ് ഹൗസിൽ സംഘടനാ ഭാരവാഹികൾ നേരിൽ കണ്ട് നിവേദനം നൽകുകയും 28/4/2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തിരക്കാണെന്നും അത് കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ പരിഹാരമുണ്ടാക്കുമെന്നും ജില്ലാ കലക്ടർ ഉറപ്പു നൽകുകയുണ്ടായി. തുടർന്ന് 8/4/24 ഇമെയിലായും റിമൈൻഡർ പെറ്റീഷനും കലക്ടർക്ക് സമർപ്പിക്കുകയുണ്ടായി. 26/4/2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്ന് സംഘടനാ ഭാരവാഹികൾ 29/4/2024 കലക്ടറുടെ ചേംബറിൽ ചെന്ന് കണ്ട് നിവേദനം നൽകുകയുണ്ടായി. സമരസമിതി വൈസ് ചെയർമാൻ K മായാണ്ടി, കൺവീനർ K വാസുദേവൻ, ജീവനക്കാരനായ A രവീന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മോഹൻലാലിന്റെ 64ാം ജന്മദിനം വിപുലമായി ആഘോഷിച്ചു. ഷൊർണൂർ ആശീർവാദ് സിനിപ്ലക്സിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ചികിത്സാ ധനസഹായ വിതരണവും നടന്നു. കേക്ക് മുറിച്ചും മധുരപലഹാരം വിതരണം ചെയ്തുമാണ് മോഹൻലാൽ ആരാധകർ പിറന്നാൾ ആഘോഷിച്ചത്. തുടർന്ന് അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഷൊർണൂർ സ്വദേശിയായ നിജിൽ എന്ന യുവാവിന് ചികിത്സയ്ക്കായി സാമ്പത്തിക സഹായവും നൽകി. സാമ്പത്തിക സഹായം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിജിലിന്റെ കുടുംബാംഗങ്ങൾക്ക് കൈമാറി. മേഖലാ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് ബിജു ഷൊർണൂർ, ശിവൻ, സുകേഷ്, ഗോകുൽ, മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ഷൊർണൂർ. ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. തൃശൂരിൽ നടന്ന സമാപന സമ്മേളനം മന്ത്രി K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംവരണം ആവശ്യപ്പെട്ടുള്ള ചവളക്കാരൻ സമുദായത്തിന്റെ ആവശ്യം ന്യായമാണെന്ന് മന്ത്രി പറഞ്ഞു. ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്നും സർക്കാർ അത് ഗൗരവമായി കണ്ട് ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇൻവിറ്റേഷൻ വരുമ്പോൾ നമുക്ക് എത്ര ആളുകൾ വേണ്ടി വരും ഓരോ പഞ്ചായത്തിൽ. ഇപ്പം നമ്മൾ ഒരു പഞ്ചായത്തിൽ 22 ആളുകളാണ് മാക്സിമം വരുന്നത്. ആ 22 ജാതി അല്ലല്ലോ ഒരു പഞ്ചായത്തിലുള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള സംഗീതമായിട്ട് ചിന്തയിലേക്ക് നമ്മൾ പോകണം. നമുക്ക് റെപ്രസെൻറ്റേഷൻ വേണം എന്നൊക്കെ പറയാം. പക്ഷേ അത് പറയുമ്പോൾ നമ്മൾ ഈ കാര്യം കൂടി മനസ്സിലാക്കണം. ആയിരക്കണക്കിന് ജാതിയും ഉപജാതിയുമുള്ള നാടാണ് നമ്മുടേത്. എല്ലാ ജാതിക്കാരും ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം എന്ന് വാദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അത് കലാപത്തിലേക്കാണ് പോകുന്നത്. അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം പോകാൻ. ഞാൻ പറഞ്ഞു, പിന്നോക്കത്തിൽ ഉള്ള വിഭാഗമാണ് OECയുടെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. ആ OECയുടെ ആനുകൂല്യം കുടുംബിക്കുന്നത് STയുടെ ആനുകൂല്യം കൊടുക്കണം എന്നാണ് അവരുടെ ഡിമാൻഡ്. 79 തുടങ്ങിയതാണ് ഡിമാൻഡ്. ചവളർ സൊസൈറ്റി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KV ജയരാജ് അധ്യക്ഷത വഹിച്ചു. മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പയ്യന്നൂർ ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടായിൽ തുടർ പഠന മാർഗനിർദ്ദേശ ക്ലാസ് സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഓടന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ഓടന്നൂർ മസ്ജിദ് ഹാളിൽ വെച്ചാണ് SSLC +2 വിജയികൾക്കായുള്ള തുടർ പഠന മാർഗനിർദ്ദേശ ക്ലാസ് നടന്നത്. SSLC +2 ശേഷം ഇനി എന്ത് എന്ന തലക്കെട്ടിൽ നടത്തിയ മാർഗനിർദ്ദേശ ക്ലാസ്സിൽ നാസർ ആലിക്കൽ വിഷയം അവതരിപ്പിച്ചു. തുടർന്ന് കലാലയങ്ങളിൽ നമ്മുടെ ദൗത്യം, സമൂഹത്തിന് നമ്മിലുള്ള പ്രതീക്ഷ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ AP അബ്ദുൽ നാസർ വിഷയാവതരണം നടത്തി. നിരവധി വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. അവര് ടൂറിന് പോകുന്നതിന്റെ ഫീസ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ക്യാഷ് സ്കൂൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ സ്വാഭാവികമായും ഇവർ വീട്ടിൽ വന്ന് പറയുകയാണ്, അവൻ്റെ ഉമ്മാടെ അടുത്ത് പറഞ്ഞു, അമ്മയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സുകളൊക്കെ ടൂറിന് പോകുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ടൂറിന് പോകണം. ടൂറിന് പോകാൻ 2500 രൂപ ആവശ്യമാണ് എന്ന് പറയുകയാണ്. അപ്പൊ തന്നെ അമ്മ അതിലേക്ക്, കാരണം അമ്മയ്ക്കറിയാം അച്ഛനെ കൊണ്ട് ഈ 2500 രൂപ കൊടുക്കാൻ ആ സാഹചര്യത്തിൽ കഴിയില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റിന്റെ 52ാമത് വാർഷിക പൊതുയോഗം നടന്നു. മുള്ളൂർക്കര വ്യാപാര ഭവനിൽ നടന്ന പൊതുയോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ വിവിധ ധനസഹായ വിതരണവും SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ ആദരിക്കൽ ചടങ്ങും നടന്നു. എത്രത്തോളം മനസ്സിലാക്കിയിട്ടെന്നറിയില്ല. സാധാരണഗതിയിൽ ഇപ്പോൾ അങ്ങാടികളിലൊക്കെ ഇപ്പോൾ പരമ്പരാഗതമായിട്ട് കച്ചവടം നടത്തി വന്നിരുന്ന പലരും മൺമറഞ്ഞു പോയി. അവരുടെ പിന്മുറക്കാരിൽ ഏറ്റുപിടിക്കുന്നതിൽ വളരെ വൈമുഖ്യം കാണിക്കുന്നു, അല്ലെങ്കിൽ അവർ വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് പോകുന്നു, അവർ ജോലികളിൽ പോകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കച്ചവടം ചെയ്യുന്ന സ്ഥാപനം അല്ലെങ്കിൽ ആ സ്ഥലം ഒന്നുകിൽ കൈമാറുന്നു, അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുന്നു, പുതിയ ആളുകൾ വരുന്നു. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് KM മുഹമ്മദ് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് P നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. CS നൌഫൽ ആമുഖ പ്രഭാഷണവും നടത്തി. യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുബൈർ വാഴാലിപ്പാടം, മറ്റ് നേതാക്കളായ MK ഗോപിനാഥൻ, CM ഷംസുദ്ദീൻ, KM പ്രേമൻ, മുഹമ്മദ് അബ്ദുൽ സലാം, ധന്യ ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദിന്റെ 35ാമത് വിവാഹ വാർഷികം ചടങ്ങിൽ ആഘോഷിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി VM ഹംസ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി TK ജിന രാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഇരുവൃക്കകളും തകരാറിലായ കേരളശ്ശേരി സ്വദേശി പ്രസാദിന് ധനസഹായം നൽകി. കേരളശ്ശേരി 6ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും
KSSPA കേരളശ്ശേരി യൂണിറ്റും സംയുക്തമായാണ് പ്രസാദിന് സഹായഹസ്തം ഏകിയത്. കേരളശ്ശേരി 6-ാം വാർഡ് ആലിക്കാവ് പറമ്പ് കുഞ്ഞിമാളുവിൻ്റെയും പരേതനായ അയ്യപ്പൻ്റെയും മകനാണ് പ്രസാദ്. കേരളശ്ശേരിയിൽ ഹോട്ടൽ തൊഴിലാളിയായിരുന്നു 27-കാരനായ പ്രസാദ്. പ്രസാദിന്റെ വരുമാനമായിരുന്നു നിർധന കുടുംബത്തിന്റെ ഏക ആശ്രയം. നിലവിൽ കോഴിക്കോട് ഇക്രഹ് ആശുപത്രിയിലാണ് ചികിത്സ. 4 മാസമായി രോഗം കണ്ടു തുടങ്ങിയിട്ട്. ഇപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്തു വരുന്നുണ്ട്. അതിനുള്ള സാമ്പത്തിക സ്ഥിതി കുടുംബത്തിനില്ല. ജീവിക്കാൻ വേണ്ടിയിട്ട് സൂക്കട് വന്നു നഷ്ടപ്പെട്ടു. എല്ലാവരും സഹായിക്കും. ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കുടുംബം. കോൺഗ്രസ് നേതാക്കളായ വി രാജീവ്, TK പങ്കജാക്ഷൻ, വി രാധാകൃഷ്ണൻ, PP ശിവരാമകൃഷ്ണൻ, KK റഹ്മാൻ, അപ്പുകുട്ടൻ കല്ലൂർ എന്നിവർ ചേർന്നാണ് സഹായധനം കൈമാറിയത്. ഡയാലിസിസുമായി ബന്ധപ്പെട്ടിട്ട് 4 മാസത്തിലധികമായി ചികിത്സയിലാണ്. ഈ നമ്മുടെ കേരളശ്ശേരി ദേശത്തെ ഒട്ടുമിക്ക വ്യക്തികളും കുടുംബങ്ങളും അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കുകയാണ്. ഈ മനസ്സുള്ള നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും പ്രസാദിൻ്റെ ചികിത്സയ്ക്കായി വേണ്ടവിധം സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ബ്ലോഗ് എഴുത്തുകാരി NV ഇന്ദിരയുടെ ബ്ലോഗ് കുറിപ്പുകളുടെ സമാഹാരമായ എന്റെ കൊച്ചുലോകം പ്രകാശനം ചെയ്തു. തൃശൂർ നെല്ലായിയിൽ നടന്ന ചടങ്ങിൽ മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പ്രകാശനം നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ആദ്യപ്രതി ഏറ്റുവാങ്ങി. NK പരമേശ്വരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. NS മഹേശ്വരൻ, NV പ്രസാദ്, എഴുത്തുകാരി NV ഇന്ദിര, തിങ്കൾ ബുക്സ് പ്രസാധകൻ K സുധാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഷൊർണൂരിൽ MDMAയുമായി യുവാവ് പോലീസിന്റെ പിടിയിൽ. ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത് കറുകപ്പുത്തൂർ ചാഴിയാട്ടിരി സ്വദേശി 21 വയസ്സുള്ള അജയ് കൃഷ്ണൻ. 7.16 ഗ്രാം MDMA പിടിച്ചെടുത്തു. പ്രതി പിടിയിലായത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയ പരിസരത്ത് വെച്ച്. അവയവ തട്ടിപ്പ് കേസിൽ ഇരയായ പാലക്കാട് സ്വദേശി ഷമീർ ബാങ്കോക്കിലെന്ന് സൂചന. സാമ്പത്തിക തർക്കത്തിന്റെ പേരിൽ വീട്ടിൽ നിന്നും വഴക്കിട്ടിറങ്ങിയ ഷമീർ അവയവ തട്ടിപ്പ് റാക്കറ്റിൽ അകപ്പെട്ടത് എങ്ങനെയെന്നത് സംബന്ധിച്ച് അവ്യക്തത. ബാങ്കോക്കിലുള്ള ഷമീർ നവമാധ്യമങ്ങൾ വഴി സുഹൃത്തുക്കളെ ബന്ധപ്പെടാറുണ്ടെന്ന് കൌൺസിലർ. കേസ് അന്വേഷിക്കുന്നത് എറണാകുളം റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം. കുന്നംകുളം കാണിപ്പയ്യൂരിൽ കുടുംബത്തെ വീട് കയറി ആക്രമിച്ചു. വയോധിക ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. ആക്രമണം നടത്തിയത് കടം വാങ്ങിയ പണം തിരിച്ചു ചോദിച്ചതിന്റെ വൈരാഗ്യത്തിൽ സമീപവാസികളായ യുവാക്കളും സുഹൃത്തുക്കളും ചേർന്നെന്ന് പരാതി. എരുമപ്പെട്ടിയിൽ ബാങ്ക് ജപ്തി ചെയ്ത ഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ച കേസിൽ പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. വാഹനരേഖകൾ യഥാസമയം ലഭ്യമാക്കണമെന്ന് കേരള യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ. ആവശ്യമുന്നയിച്ച് പാലക്കാട് RT ഓഫീസിലേക്ക് അസോസിയേഷൻ മാർച്ച്. മെഡിക്കെയർ മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരുടെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടരുന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് സമരസമിതി ചെയർമാൻ വിളയോടി വേണുഗോപാൽ. മണ്ണാർക്കാട്ട് നഗരമധ്യത്തിൽ കഞ്ചാവ് ചെടി. 50 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത് കോടതിപ്പടിയിൽ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടിച്ചട്ടിയിൽ. സംഭവത്തിൽ എക്സൈസ് അന്വേഷണം തുടങ്ങി. മലമ്പുഴയിൽ KSRTC ബസ് ബൈക്കിലിടിച്ച് IIT ജീവനക്കാരൻ മരിച്ചു. മരിച്ചത് മലമ്പുഴ സ്വദേശി കുര്യാക്കോസ്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ വീണ്ടും വാഹനാപകടം. കല്ലടി ഹൈസ്കൂളിന് സമീപം നിയന്ത്രണം വിട്ട കാർ മറ്റു വാഹനങ്ങളിൽ ഇടിച്ച് 3 പേർക്ക് പരിക്ക്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ കുട്ടികളുടെ IC വാർഡ് ഇനിയും പ്രവർത്തനം ആരംഭിച്ചില്ല. വാർഡിന്റെ ഉദ്ഘാടനം നടന്നത് 1 വർഷം മുമ്പ്. ജീവനക്കാരുടെ കുറവ് പ്രതിസന്ധിയെന്ന് അധികൃതർ. 1.5 കോടി രൂപ ചെലവിൽ സജ്ജീകരിച്ച ICU പ്രവർത്തന സജ്ജമാക്കാത്തത് തികഞ്ഞ അനാസ്ഥയെന്ന് പരക്കെ ആക്ഷേപം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണ പരിപാടികൾ. കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനങ്ങളും. മെയ് 21 ഭീകരതാ വിരുദ്ധ ദിനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.